എന്തായാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വർണം കണ്ടെത്തുകയാണ്. ഇന്നലെ ബെല്ലാരിയിലാണെങ്കിൽ ഇന്ന് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിലെല്ലാവരും പങ്കുപറ്റിയിട്ടുണ്ടല്ലേ? ഇല്ല, ശബരിമലയിലെ കാര്യങ്ങളിൽ ഒരു 10% പോലും പുറത്തു വന്നിട്ടില്ല. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിൽ ഈ മുരാരി ബാബുവിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരാളിൽ തീരുന്നില്ല. ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ്റെ പേരിലുള്ള ശിവകുമാറിൻ്റെ സഹോദരൻ്റെ പേരിൽ വിജിലൻസ് കേസുണ്ട്. ശിവകുമാറിൻ്റെ സഹോദരൻ ശബരിമലയിൽ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങളെ പറ്റിയിട്ടുള്ള അന്വേഷണം വിജിലൻസിൻ്റെ എൻക്വയറിയിലാണ്. ഈ 30 വർഷത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 30 വർഷത്തിൽ ഈ 15 വർഷം CPM-ഉം 15 വർഷം കോൺഗ്രസുമാണ് ഭരിച്ചത്. അപ്പം ഈ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ മറയിൽ രക്ഷപ്പെടാമെന്നാണ് CPM-കാർ വിചാരിക്കുന്നത്. പക്ഷേ CPM ഭരിച്ചപ്പോൾ നടന്ന അത്രയും പിടിപ്പുകേടുകൾ ഇതിനു മുമ്പ് എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലെ, ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിലാണ് സ്വർണ്ണങ്ങൾ പോയിരിക്കുന്നത്. ബെല്ലാരിയിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ ഇതൊരു വലിയ കച്ചവടമായിരിക്കും. അതെ, ഇതിൽ 30 കിലോ സ്വർണ്ണമാണ് നമുക്ക് കാണാനുള്ളത്. അതിൽ 1% പോലും അത് കണ്ടെത്തിയിട്ടില്ല. തൊണ്ടി മുതൽ എവിടെയെന്നുള്ളതാണ്. ഈ 30 കിലോ സ്വർണം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, 30 കിലോ സ്വർണം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 30 കിലോ സ്വർണത്തിൻ്റെ കണക്ക് ഇതുവരെ എടുക്കുന്നില്ല. അത് എടുത്താലല്ലേ നമുക്ക് എത്ര പോയെന്നും എത്ര അവിടെ ഉണ്ടെന്നും അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, എന്തായാലും ബെല്ലാരിയിൽ നിന്നാണ് ഇന്നലെ കണ്ടെത്തിയത്. അതെ, ആ ജ്വല്ലറിയിൽ പൂജയ്ക്ക് ഉദ്ഘാടനം ചെയ്തത് തന്ത്രിയാണ്. അപ്പം ഈ തന്ത്രിയുടെ കയ്യിൽ തന്നെ ശബരിമലയുടെ കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനം ഉണ്ട്. അത് ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോകണമെന്ന് തന്ത്രി കത്ത് കൊടുത്തേക്കുന്നു. തന്ത്രി കത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാന് നടക്കി തന്നെ വെക്കാമല്ലോ, അല്ലെങ്കിൽ ഇയാൾക്ക് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാമല്ലോ. ദേവസ്വം ബോർഡും തന്ത്രിയും തമ്മിൽ ഇത്രയ്ക്ക് ദൂരമില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു? അയാൾ എന്തുകൊണ്ട് ഇത്രയും കാലം തന്ത്രി അത് സൂക്ഷിച്ചു? പിന്നെ അതിപ്പോൾ എന്തിനു തിരിച്ചു കൊടുക്കുന്നു? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ തന്ത്രിയെ ഇതിനകത്ത് നമ്മൾ ലൈം ലൈറ്റിൽ ആരും കൊണ്ടുവരുന്നില്ല. അത് ശബരിമല തന്ത്രി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലോട്ട് വിരൽ ചൂണ്ടണ്ട എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ മോഷണം നടന്നിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. ശബരിമല തന്ത്രി അറിയാതെ അവിടെ തന്ത്രി എന്ന് പറയുന്നത് സാധാരണ അമ്പലങ്ങളിലാണെങ്കിൽ തന്ത്രി ഉത്സവത്തിനും പ്രധാന കാര്യങ്ങൾക്കും മാത്രമേ വരാറുള്ളൂ. ശബരിമലയിലാണെങ്കിൽ തന്ത്രിയോ തന്ത്രിയുടെ റെപ്രസെൻറ്റേറ്റീവ്സോ ത്രൂ ഔട്ട് ദ ഇയർ അവിടെ കാണാറുണ്ട്. പിന്നെ അവിടുത്തെ ശാന്തി എന്ന് പറയുന്നത് പുറപ്പെടാ ശാന്തിയാണ്. അപ്പം ശാന്തിയും തന്ത്രിയും അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കത്തില്ല. അഥവാ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്ത്രിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ മേൽശാന്തിയെയും, മേൽശാന്തിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും അറിയാതെ തന്ത്രിയിലേക്ക് അന്വേഷണം പോകാൻ കഴിയുമോ? പോകുന്നില്ല. വിശ്വാസികളെ അത് ബാധിക്കില്ല. എന്തിനു ബാധിക്കണം? അയ്യപ്പന് മോഷ്ടാക്കളുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. അയ്യപ്പൻ്റെ അച്ഛൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പന് അതിനകത്ത് സന്തോഷം ഉണ്ടാകാനുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെത് ഭക്തൻ്റെ കൊടുത്ത വഴിപാടാണ്. അത് ഇത് മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അവിടെ വന്നിട്ടുണ്ട്. ആ സ്വർണ്ണമൊക്കെ അത് പോകുമ്പോൾ ഒരു ചാക്കിൽ കെട്ടിയാണ് അവിടെ ഇട്ടിരുന്നതെന്നാണ് കോടതിയുടെ ജസ്റ്റിസ് ശങ്കരൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോടതിയുടെ പ്രത്യേക റിട്ടയർഡ് ജഡ്ജിനെ അവിടെ കമ്മീഷനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കണക്കെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ശബരിമല വളരെ സൂക്ഷ്മമായ കോടതി നിരീക്ഷണത്തിലോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ചിലപ്പോൾ കോടതി തന്നെ നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മണ്ഡലകാലം വരുന്നുണ്ട്, ചിലപ്പോൾ കോടതി തന്നെ നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. അല്ല, അപ്പോൾ ഈ അയ്യപ്പ ഭക്തർ ആരിലാണ് വിശ്വസിക്കേണ്ടത്? തന്ത്രിയിൽ തട്ടിപ്പ്, ദേവസ്വം ബോർഡിൽ തട്ടിപ്പ്, അവിടുത്തെ ജീവനക്കാരിൽ തട്ടിപ്പ്, പോറ്റിയിൽ തട്ടിപ്പ്, അത് ഇന്നലെ മന്ത്രി പറഞ്ഞേക്കുന്നത് അവിടുന്ന് സ്വർണം കണ്ടു കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന്. അപ്പൊ സ്വർണം എങ്ങനെ പോയി? അതിനെപ്പറ്റി മൗനം. അപ്പൊ സ്വർണം ആരാ കൊണ്ടുപോയത്? അതിനെപ്പറ്റി എന്താ ഗവൺമെന്റ് ഇതുവരെ ഒരു കോടതിയിൽ പരാതിപ്പെടാത്ത? ഈ ദേവസ്വം ബോർഡിൽ ആരും ഇന്നുവരെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെട്ടിട്ടില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് ഇത്ര സ്വർണം കാണാതെ പോയെന്ന്. ഇത് ചെയ്യുന്നതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഒരു ഭക്തരുടെ പൈസ മാത്രമല്ല, അവർ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പൈസ ഒന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ മാസം ദേവസ്വത്തിൻ്റെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 600 കോടി രൂപ ഞങ്ങൾ ശബരിമലയ്ക്ക് കൊടുത്തു. കേൾക്കുന്നത് വിചാരിക്കും ഇദ്ദേഹം 600 കോടി രൂപ കൊണ്ട് ശബരിമല അയ്യപ്പന് നടക്കി വെച്ചെന്നായിരിക്കും പത്രങ്ങളിൽ വരുന്ന വാർത്ത. ഇപ്പം ഈ CPM-നെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. അവരുടെ മന്ത്രിമാർ പറയുന്നത് എന്താണെന്ന് അത്
തൊണ്ട തൊടാതെ മാധ്യമങ്ങൾ, അത് ഏത് മാധ്യമങ്ങളായാലും ശരി തന്നെ, എടുത്ത് നേരെ വയ്ക്കും. ഇദ്ദേഹം പറഞ്ഞ 7 വർഷത്തെ കണക്കാണ്. 7 വർഷമായിട്ട് 600 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഈ ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്തല്ല കൊടുത്തത്. ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ വിളക്ക് സ്ഥാപിച്ചതും റോഡ് നന്നാക്കിയതും ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയതും ഒക്കെയാണ് ഈ 600 കോടി രൂപ. അത് തന്നെ ഒരു വലിയ എമൗണ്ട് അല്ലേ. 7 വർഷത്തേക്ക് 600 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം 100 കോടി രൂപ പോലും ആവുന്നില്ല. 100 കോടിയേക്കാളും കൂടുതൽ വരുമാനം ആ ഒരു അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് എന്തിന് ചെലവാക്കി എന്നുള്ള വിവരം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ചോദിക്കത്തില്ല. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM പോയിട്ട് ബാക്കി ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മാധ്യമപ്രവർത്തകർ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കിഴിഞ്ഞ് ചോദിക്കും. പക്ഷേ CPM മന്ത്രിമാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേപടി എടുത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാധ്യമധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെപ്പറ്റി ചോദ്യങ്ങളൊന്നും പറയാം. വിരട്ടലല്ല, അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. ഇപ്പൊ എൻ്റെ അടുത്തൊരു കാര്യം പറയുമ്പോൾ കായിക മന്ത്രിയോട് മെസ്സി വരുമോ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിരട്ടലായി. അതെ, ഇപ്പം അത് ഒരു വലിയൊരു ചർച്ചയായിട്ട് വരികയാണ്. മെസ്സി എന്നും പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലേ ഒരു തട്ടിപ്പാണ്. അവരുടെ മാംഗോ ഫോണിന് ആൾക്കാർ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, 10 വർഷമായി. അപ്പം അവരുടെ ഒരു തന്ത്രം വച്ചിട്ട് സ്പോൺസർ ആവുക. അപ്പോൾ അതിന് മെസ്സിയെ കൊണ്ടുവരിക. മെസ്സിയാണോ ഫുട്ബോൾ കണ്ടുപിടിച്ചത്? ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ എത്രയും ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാമായിരുന്നു, എത്രയും കുട്ടികൾക്ക് ഫുട്ബോളിൽ പ്രൊമോഷൻ ചെയ്യാമായിരുന്നു, എത്രയും പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. പകരം ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതെന്തോ വലിയ കാര്യമാണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി തലത്തിൽ ഏറ്റവും നമ്മളെ പാർട്ടിയിൽ നമ്മൾ കാണേണ്ടത് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പാർട്ടികളിലൊന്നും ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളോ വിമർശനങ്ങളോ ഒന്നും നടക്കുന്നില്ല. പാർട്ടി എന്ത് തീരുമാനം എടുത്തു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉടൻ ഈ വിവാദം വന്നപ്പോഴത്തേക്ക് ഇതിനേക്കാളും വലിയൊരു വിവാദം PM ശ്രീയിൽ ഒപ്പിട്ടു. അപ്പോൾ ആൾക്കാർ അതിൻ്റെ പുറകെ അങ്ങ് പോകും. BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സെക്രട്ടേറിയറ്റ് 2 ദിവസം ഉപരോധിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കോടതിയിൽ കൃത്യമായിട്ട് ഹാജരാവുകയും കോടതിയെ ഈ വിവരങ്ങൾ ബോധിപ്പിക്കുകയും BJPക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ കൂടെ, അയ്യപ്പൻ ജനിച്ചപ്പോൾ അനാഥനായ എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ കൂടെ ഇപ്പം ഭക്തന്മാരല്ലാതെ വേറെ ആരുമില്ല. ഏറ്റവും വലുതായിട്ട് പിന്നെ NSSൻ്റെ SNDPയുടെയും നേതാക്കൾ പറഞ്ഞു സർക്കാർ നടത്തിയ അയ്യപ്പ ഭക്തസംഗമം ശബരിമല വികസിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അയ്യപ്പൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം കണ്ടുപിടിക്കുന്നതും അത് കേസാവുന്നതും ഇത്രയും വലിയ കാര്യത്തിലോട്ട് പോകുന്നത്. അപ്പം ഇവരെ പമ്പ വരെ എത്തിച്ചപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഇനി ഇവരെ റോപ്പ് വേയും കൂടെ കെട്ടി ഇവരെ നേരെ സന്നിധാനത്ത് എത്തിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പം ചിലർ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ യഥാർത്ഥമാണോ അതോ അതിൻ്റെ വേറെ മോൾഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ പഞ്ചലോക വിഗ്രഹം എടുത്തിട്ട് പോയോ എന്നുള്ള കാര്യം പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം തന്ത്രിയും പൂജാരിയും തന്ത്രിയും ശാന്തിയും ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തും നടക്കും. അതുകൊണ്ട് അതും നമുക്കറിയാം. അപ്പോൾ ഈ തന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് തന്ത്രി ഒന്നും അറിയുന്നില്ലല്ലോ. തന്ത്രി ഇതിനെ പറ്റിയിട്ട് ഇത് അറിയേണ്ടതും അനുവാദം കൊടുക്കേണ്ടതും അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതും എല്ലാം തന്ത്രിയുടെ അറിഞ്ഞില്ലെന്നൊരു ഇല്ല. ഇവരെല്ലാം ഇതിനകത്ത് കൂട്ടുപ്രതികളാണ്. ഇത് സത്യം പുറത്തു വരുമ്പോഴത്തേക്ക് മന്ത്രിയും തന്ത്രിയും ശാന്തിയും എല്ലാം ലൈനിൽ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഭക്തർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇപ്പം നമ്മൾ തന്നെ ശബരിമലയെ സംബന്ധിച്ചുള്ള വേറൊരു കുടുംബത്തിൻ്റെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിമ്പനാൽ കുടുംബം. ആ കരിമ്പനാൽ കുടുംബം ഇപ്പം മണ്ണോട് മണ്ണ് ചേരാതെ അവശേഷിക്കാതെ പോയി. അപ്പോൾ അയ്യപ്പനുമായിട്ട് കളിച്ചവർ, അത് മന്ത്രിയായാലും തന്ത്രിയായാലും കരിമ്പനാലായാലും, അവർക്ക് കിട്ടേണ്ട ശിക്ഷ ആ ഒരു ദൈവശിക്ഷ ഭയന്നിട്ടാണല്ലോ നമുക്ക് ഭക്തി ഉണ്ടാവുന്നത്. അപ്പം ദൈവശിക്ഷ ഇല്ലെങ്കിൽ പിന്നെ ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അയ്യപ്പൻ ഈ കാര്യങ്ങളെല്ലാം നോക്കും. അദ്ദേഹത്തിന് മാത്രമേ ഇത് നോക്കാനുള്ള കഴിവുള്ളൂ എന്ന് വേണം നമുക്ക് പറയാൻ. അല്ലാതെ ഈ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും മൂന്നാം പക്ഷത്തിരിക്കുന്നവരും ഒന്നും അയ്യപ്പന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ആരും യോജിക്കുന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.